സുഹൃത്തുക്കളെ, ഒരു വലിയ സന്തോഷ വാർത്ത. നമ്മുടെ രാജ്യത്തെ എണ്ണക്കമ്പനികൾക്ക് ഒടുവിൽ അമേരിക്കൻ അപ്പൂപ്പന്റെ ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ട്രംപ് അനുവാദം തന്നത്രേ. ഓ, എന്തൊരു ഔദാര്യം! നമ്മുടെ പ്രധാനമന്ത്രി മോദിജി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് പാക് അതിർത്തിയോ ചൈനയുടെ നീക്കങ്ങളോ അല്ല, മറിച്ച് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ടാണ്. ഇന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ സമ്മതമാണോ സാർ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടാണോ ചായ കുടിക്കുന്നത് എന്ന് പോലും സംശയമുണ്ട്. ലോകരാഷ്ട്രീയത്തിലെ വിശ്വഗുരു എന്ന് സ്വയം വിളിക്കുന്ന നമ്മുടെ രാജ്യം ഒടുവിൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ പോലെയായി മാറി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് എന്തിനാണ് ഈ ആഡംബരം? അതിലും ഭേദം വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ പ്യൂണിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10 റീചാർജ് ചെയ്തു കൊടുത്ത് പെർമിഷൻ ചോദിക്കുന്നതല്ലേ ലാഭം? നമ്മൾ ഭരിക്കപ്പെടുന്നത് ഡൽഹിയിൽ നിന്നാണോ അതോ വാഷിംഗ്ടണിൽ നിന്നാണോ എന്ന് ഇടയ്ക്കിടെ ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. റഷ്യ യുക്രൈൻ നടക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, ഞങ്ങൾക്ക് വില കുറഞ്ഞ എണ്ണ വേണം. ഉടൻ വന്നു അമേരിക്കയിൽ നിന്നൊരു ലുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സാർ ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കിയതാ, തന്നില്ലെങ്കിൽ വേണ്ട. അവസാനം അമേരിക്ക പെർമിഷൻ തന്നപ്പോൾ നമ്മുടെ മോദിജി ഭക്തർ ചാനലിൽ പൊട്ടിച്ചിരിച്ച് ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണത്രേ. എന്ത് വിജയം? സ്വന്തം വീട്ടിൽ എന്ത് പാകം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയൽപ്പക്കത്തെ ചേട്ടന്റെ പെർമിഷൻ വാങ്ങുന്നതിനെയാണോ നിങ്ങൾ നയതന്ത്രം എന്ന് വിളിക്കുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാഭിമാനം ഇപ്പോൾ അമേരിക്കൻ എണ്ണപ്പാടങ്ങളിലെ ഒരു പമ്പ് സെറ്റിൽ കുരുങ്ങി കിടക്കുകയാണ്. മോദിജി, ഇനിയെങ്കിലും സ്വന്തം നിലയ്ക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കുറഞ്ഞ പക്ഷം പമ്പ് സെറ്റിന്റെ താക്കോലെങ്കിലും നമ്മുടെ കയ്യിൽ വെക്കാമോ? അതോ അതും കൂടി ട്രംപിനെ ഏൽപ്പിക്കാനാണോ പ്ലാൻ? ഏതായാലും വണ്ടി മുന്നോട്ട് പോകാൻ അമേരിക്കയുടെ ഫ്യൂവൽ കൂപ്പൺ തന്നെ വേണമെന്നായ സ്ഥിതിക്ക് നമ്മുടെ ഈ ആത്മാഭിമാനത്തിന് കുറച്ചുകൂടി ഒക്ടേൺ കൂടിയ പെട്രോൾ അടിച്ച് കൊടുക്കുന്നതാ നല്ലത്. അപ്പോൾ ശരി, ഗുഡ് ബൈ.